RG സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മത്സര പരീക്ഷകളിൽ തുടർച്ചയായി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ക്ലോക്കിലെ സമയവും അതുപോലെ അതിൻ്റെ കോണളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ക്ലോക്കിലെ സമയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ക്ലോക്കിലെ സമയം ഇന്നതായിരിക്കുമ്പോൾ അത് കണ്ണാടിയിലെ സമയം എത്ര, അതായത് റിയൽ ഇമേജും മിറർ ഇമേജും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഒന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്, ക്ലോക്കിലെ സമയവും അതിൻ്റെ കോണളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്ലോക്കിലെ സമയം നമ്മൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ചിലത് കാണാണ്ട് തന്നെ പഠിക്കേണ്ട ചില വസ്തുതകളുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. അറിഞ്ഞിരിക്കേണ്ടവ: ഒരു ദിവസം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എത്ര തവണ ഒരുമിച്ച് വരുന്നു? 22 തവണയാണ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരുമിച്ച് വരുന്നത്. ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഒരു ദിവസം മണിക്കൂർ സൂചി മിനിറ്റ് സൂചി എത്ര തവണ എതിർദിശയിൽ വരുന്നു? എതിർദിശയിൽ വരുന്നതും 22 തവണയാണ്. ഇനി ഒരു ദിവസം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചി എത്ര തവണ നേർരേഖയിൽ വരുന്നു? നേർരേഖയിൽ വരുന്നത് 22 + 22 44. അത് ഒരുമിച്ച് വരുന്നതും എതിർദിശയിൽ വരുന്നതും കൂടെ കൂട്ടിയാണ് അവ നേർരേഖയിൽ വരുന്നത് കണക്ക് കൂട്ടുന്നത്. ഇനി ഒരു ദിവസം എത്ര തവണ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി തമ്മിലുള്ള കോണളവ് 90 ഡിഗ്രി ആകും? 90 ഡിഗ്രി, അതും 22 തവണയാണ്. ഇനി നമുക്കറിയാം, പലപ്പോഴും PSC പരീക്ഷകളിൽ തുടർച്ചയായി ചോദിക്കുന്ന ചില സ്കോളർഷിപ്പ് പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓടാതിരിക്കുന്ന ക്ലോക്ക് ദിവസത്തിൽ എത്ര തവണ കൃത്യസമയം കാണിക്കുമെന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എത്ര തവണ കൃത്യസമയം കാണിക്കും? 2 തവണ കൃത്യസമയം കാണിക്കും. ഇപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അടുത്തത്, നമ്മൾ ക്ലോക്കിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട് അത് റിയൽ ഇമേജിനെ മിറർ ഇമേജുമായി കൺവേർട്ട് ചെയ്യുമ്പോഴും അതുപോലെ അതിൻ്റെ കോണളവുകൾ കണക്കാക്കുമ്പോഴും ചില പ്രത്യേക കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, വൃത്താകൃതിയായ ക്ലോക്കിനെ 60 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ 12നും 1നും ഇടയ്ക്ക് എത്ര ഭാഗമുണ്ട്? 5. ഇങ്ങനെ ഓരോ 5, 5, 10, 15, 20, 25, 30, 35, 40, 45, 50 അങ്ങനെ 60 ഭാഗങ്ങളായി തുല്യമായി വിഭജിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം പറയട്ടെ, മിനിറ്റുകളെ സൂചിപ്പിക്കുന്ന അടുത്തടുത്ത 2 വരകൾ തമ്മിലുള്ള കോണളവ് 6 ഡിഗ്രിയാണ്. ഇവിടെ നോക്കുക, ഇതാണ് മിനിറ്റുകളെ സൂചിപ്പിക്കുന്ന 2. ഈ 11നും 12നും ഇടയ്ക്ക് 5 വരകളുണ്ട്. ഇതിലെ 2 വരകൾ തമ്മിലുള്ള കോണളവ് എത്രയാണ്? 6 ഡിഗ്രിയാണ്. അപ്പോൾ മിനിറ്റുകളെ സൂചിപ്പിക്കുന്ന 2 വരകൾ തമ്മിലുള്ള കോണളവ്, ഇവിടെ 9 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് 5 വരകളുണ്ട്. ഇതൊരു 6 ഡിഗ്രിയാണ്. അടുത്ത വരകൾ തമ്മിലുള്ള അളവും 6, 6 6 12 ആയി. അടുത്തത് 12 6 18 അടുത്തത് 18 6 24 അങ്ങനെ അടുത്തത് 24 6 10 മണിയിലേക്ക് എത്തുമ്പോൾ 30 ഡിഗ്രി. അതായത് ഒരു ക്ലോക്കിലെ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന അക്കങ്ങൾക്കിടയിലുള്ള കോണളവ് 30 ഡിഗ്രി. ഒരു ക്ലോക്കിലെ മിനിറ്റുകളെ സൂചിപ്പിക്കുന്ന അടുത്തടുത്ത 2 വരകൾ തമ്മിലുള്ള കോണളവ് എത്രയാണ്? അടുത്തടുത്ത 2 വരകൾ തമ്മിലുള്ള കോണളവ് 6 ഡിഗ്രി. അപ്പോൾ അടുത്തടുത്ത 2 മിനിറ്റ് വരകൾ തമ്മിലുള്ള കോണളവ് 6 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന അക്കങ്ങൾക്കിടയിലുള്ള കോണളവ് 30 ഡിഗ്രിയാണ്. ഇനി നമ്മൾ മറ്റൊരു വസ്തുത, ഈ 2 കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല. നമുക്ക് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കണക്കുകൾ ചെയ്യുമ്പോൾ അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വസ്തുതയുണ്ട്. ഇനി ഒരു മിനിറ്റിലെ മണിക്കൂർ സൂചി 1/2 ഡിഗ്രി തിരിയുന്നു. ഒരു മിനിറ്റ് ചേഞ്ച് ചെയ്താൽ, ഇപ്പോൾ ഇവിടുന്ന് 3:1 ആയി കഴിഞ്ഞാൽ ഈ മണിക്കൂർ സൂചി ഇവിടെ അല്ലെങ്കിൽ 10:10 എടുക്കുന്നത്. ഇപ്പോൾ 10:11 ആയാൽ ഈ മണിക്കൂർ സൂചി എത്ര? 1/2 ഡിഗ്രി തിരിയുന്നു. 1/2 ഡിഗ്രി തിരിയും. അപ്പോൾ 1/2 ഡിഗ്രി മുന്നോട്ട് പോകും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു മിനിറ്റിൽ മണിക്കൂർ സൂചി 1/2 ഡിഗ്രി തിരിയുന്നു. ഇപ്പോൾ ഇവിടെ 3 വസ്തുത മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മിനിറ്റുകളെ സൂചിപ്പിക്കുന്ന അടുത്തടുത്ത് 2 വരകൾ തമ്മിലുള്ള അകലം 6 ഡിഗ്രിയാണ്. അതുപോലെ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന അക്കങ്ങൾക്കിടയിലുള്ള കോണളവ് 30 ഡിഗ്രിയാണ്. അതേപോലെ ഒരു മിനിറ്റിൽ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയും? 1/2 ഡിഗ്രിയാണ് തിരിയുന്നത്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. പ്രധാനമായൊരു ചോദ്യം ശ്രദ്ധിക്കുക, പലപ്പോഴും NDSC ക്വസ്റ്റ്യൻസുകളിലും ചോദിച്ച ഒരു ചോദ്യമാണിത്. ഒരു ക്ലോക്കിലെ സമയം 10:40 കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എത്ര? ഇഫ് റിയൽ ടൈം ഈസ് 10:40 then what will be mirror image of that clock? ഒരു ക്ലോക്കിലെ സമയം 10:40 കണ്ണാടിയിലെ പ്രതിബിംബത്തിന് സമയം എത്ര? ഇവിടെ നമുക്ക് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് 10:40. ഇത് കണ്ണാടിയിലൂടെ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? കണ്ണാടിയിലെ സമയം എന്തായിരിക്കാം? നമുക്ക് കൃത്യമായിട്ട്
ഇത് നമ്മൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തിച്ച് നമ്മൾ സമയങ്ങൾ കളയുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു സമവാക്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ചെറിയൊരു സൂത്രവാക്യം, ചെറിയൊരു ട്രിക്സ് ഇവിടെ നോക്കാം. ക്ലോക്കിലെ സമയം തന്നിട്ട്, ക്ലോക്കിലെ സമയം ഇപ്പോൾ 10:40 നമുക്ക് തന്നെ, എന്നിട്ട് കണ്ണാടിയിലെ സമയം കണ്ടെത്താനും, അല്ലെങ്കിൽ തിരിച്ച് കണ്ണാടിയിലെ സമയം തന്നിട്ട് ക്ലോക്കിലെ സമയം കണ്ടെത്താനും നമുക്ക് തന്നിരിക്കുന്ന സമയം, ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 10:40. തന്നിരിക്കുന്ന സമയത്ത് 11:60 നിന്ന് കുറച്ചാൽ മതി. 11:60 എന്ന് പറയുന്നത് എന്താണ്? 12 മണി. അപ്പോൾ 12 മണിയിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ നമ്മൾക്ക് അതിനെ 11:60 തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരു സമയം തന്നിരിക്കുകയാണ്. ആ സമയത്ത് നിന്ന് ക്ലോക്കിലെ സമയം അല്ലെങ്കിൽ കണ്ണാടിയിലെ സമയം കാണണമെങ്കിൽ 11:60 നിന്ന് കുറച്ചാൽ മതി. എത്രയാണോ തന്നിരിക്കുന്ന സമയം, 11:60 നിന്ന് ആ സമയം അങ്ങ് കുറയ്ക്കുക. എന്നാൽ തന്നിരിക്കുന്ന സമയം, ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്നാൽ തന്നിരിക്കുന്ന സമയം 11-നും 1-നും ഇടയിൽ, അതായത് 11-നേക്കാൾ വലുതായാൽ ഈ 11:60 പറ്റിയല്ലേ. 11 മണിക്ക് ശേഷമുള്ള സംഗതിയാണെങ്കിൽ അത് എത്രയ്ക്കാ? 23:60 നിന്ന് വേണം കുറയ്ക്കാൻ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലോക്കിലെ സമയം തന്നിട്ട് കണ്ണാടിയിലെ സമയം കണ്ടെത്താൻ 11:60 കുറച്ചാൽ മതി. എന്നാൽ 11 മണിക്ക് ശേഷമുള്ള 11-നും 1-നും ഇടയ്ക്കുള്ളതാണെങ്കിൽ അത് പറ്റിയല്ല. എത്രയാണ്? 23:60 വേണം കുറയ്ക്കാൻ. ആകെ ഇത് മാത്രം അറിഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു ക്ലോക്കിലെ സമയം 10:40 കണ്ണാടിയിലെ പ്രതിബിംബത്തിന്റെ സമയം എത്ര? ഇഫ് റിയൽ ടൈം ഈസ് 10:40 then what will be mirror image of that clock? തന്നിരിക്കുന്ന സമയം 11-നേക്കാൾ ചെറുതാണല്ലോ. 10:40 എന്ന് പറയുന്നത് 11-നേക്കാൾ കൂടുതലാണെങ്കിലോ നമുക്ക് എത്ര? 23:60 നിന്ന് കുറയ്ക്കേണ്ടതുള്ളൂ. അപ്പോൾ 11-നേക്കാൾ ചെറുതായതുകൊണ്ട് 11:60 കുറയ്ക്കണം 10:40. 11:60 നിന്ന് 10:40 കുറച്ചാൽ എത്രയാണ്? നിങ്ങൾ കുറച്ച് നോക്കുക. 1:20. 11:60 നിന്ന് 10:40 കുറച്ചാൽ 1. 11 നിന്ന് 10, 1, 60, 40, 20. അപ്പോൾ 1:40, 1:20 കറക്റ്റ് സമയം. വളരെ എളുപ്പം കിട്ടി. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിനെ നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1:20. കണ്ട, ഈ ക്ലോക്കിലെ സമയം കണ്ട, അത് കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ 1:20. വളരെ കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ കണക്കാക്കാൻ പറ്റും. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. അതിന് 2-3 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാകും. ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്സിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. മാത്തമാറ്റിക്സിലെ സാറ്റ് എക്സാമിൽ മാത്തമാറ്റിക്സിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ പരിശീലനമാണ് നമുക്ക് പ്രധാനം വേണ്ടത്. അടുത്ത് നോക്കുക, ഒരു ക്ലോക്കിലെ സമയം 1:15 ആയാൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിൻ്റെ സമയം എത്ര? ഒരു ക്ലോക്കിലെ സമയം 1:15 ഇതാ. 1:15 ആയാൽ കണ്ണാടിയിലെ ഇഫ് റിയൽ ടൈം ഈസ് 1:15 then what will be mirror image of that clock? ഇവിടെ തന്നിരിക്കുന്ന സമയം 11-നേക്കാൾ ചെറുതാണ്, യാതൊരു സംശയമില്ല. 1:15 അല്ലേ. അപ്പോൾ എന്തായിരിക്കും? 11-നേക്കാൾ ചെറുതാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക. 11:60 നിന്ന് 1:15 കുറച്ചാൽ എത്ര കിട്ടും? 10:45. എത്രയാണ്? 10:45. ഇതെങ്ങനെ വരുമായിരിക്കും? നമുക്കിവിടെ അറിയാം. ഇവിടെ വളരെ എളുപ്പം നമുക്കിങ്ങനെ വരയ്ക്കാം. 10:45 ഉണ്ടോ? ഈ രീതിയിൽ തന്നെ വരും. തിരിച്ചിട്ടാൽ ഇങ്ങനെ വരും. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വളരെ എളുപ്പമല്ലേ? ഇനി ഒരു ക്ലോക്കിലെ സമയം 12:15 ആയാൽ, 12:15 ആയാൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിൻ്റെ സമയം എത്ര? ഇഫ് റിയൽ ടൈം ഈസ് 12:15 then what will be mirror image of that clock? നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന സമയം എന്താണ്? 11-നേക്കാൾ കൂടുതലല്ലേ. ഇവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. തന്നിരിക്കുന്ന സമയം 11-നേക്കാൾ കൂടുതലാണെങ്കിൽ ഏതിൽ നിന്ന് കുറയ്ക്കണം? 23:60 നിന്ന് കുറയ്ക്കണം. 23:60 എന്ന് പറഞ്ഞാൽ 24 ട്രെയിൻ ടൈമാണ് അല്ലേ, റെയിൽവേ ടൈമാണ്. അപ്പോൾ 23:60 നിന്ന് 12:15 കുറയ്ക്കുക. 11-നേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ 23:60 പ്രയോഗിക്കാവുള്ളൂ. അപ്പോൾ എത്ര കിട്ടി? 23:60 നിന്ന് 12:15 കുറച്ചാൽ 11:45. 11:45 ആയിരിക്കും മിററിലെ ടൈം. അപ്പോൾ പ്രതിബിംബത്തിലെ സമയം എന്ന് പറയുന്നത് 11:45. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ഒരു ശ്രദ്ധിക്കുക, ഒരു ക്ലോക്കിലെ സമയം 2 മണിയായാൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എത്ര? 2 മണിയായാൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം വളരെ സിമ്പിളാണ്. ഇഫ് ദ റിയൽ ടൈം ഈസ് 2 o'clock then what will be mirror image of that clock? തന്നിരിക്കുന്ന സമയം 11-നേക്കാൾ കുറവാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. 11:60 നിന്ന് 2 കുറച്ചാൽ എത്രയാ? 11:60 നിന്ന് 2 കുറച്ചാൽ, ഇവിടെ ശ്രദ്ധിക്കണേ, 11:60 നിന്ന് 2 കുറച്ചാൽ 9:60. ചിലർ 9:60 എന്ന് പറയും. ഓപ്ഷനിൽ 10 മണി, 8 മണി, 7 മണി എന്നൊക്കെയാണ്. അത് നോക്കുമ്പോൾ ആരും ഒന്നും കാണുന്നില്ല, ഇത്തരത്തിലുള്ള സമയങ്ങൾ കാണുന്നില്ല. പക്ഷെ 9:60 എന്ന് പറഞ്ഞാൽ അത് 10 മണിയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. 9:60 10 മണിയാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം വീണ്ടും ഇട്ടതെന്ന് മാത്രം. അടുത്ത നമുക്ക് പ്രശ്നത്തിലേക്ക് പോകാം. ക്ലോക്കിലെ സമയവും ഇനി കോണളവുമാണ്.
അതുകൊണ്ട് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഈ ചാനലിലെ ആദ്യം മുതൽ അവസാനം വരെ, ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അത് നോക്കുക. അടുത്തത്, ഒരു ക്ലോക്കിലെ സമയം 3:30 ആയിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് കോണളവാണ്. ഒരു ക്ലോക്കിലെ സമയം 3:30 ആയിരിക്കുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് ഇവിടെ 3:30. ഇതാ ഇവിടെ 3:30 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഇവിടെ നമുക്ക് പല രീതിയിൽ കണ്ടെത്താമെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള സമവാക്യങ്ങളൊന്നും ഇല്ലാതെ ചെറിയ ട്രിക്സ് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദി hour and minute hand of a clock at 3:30. അപ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണെന്നുള്ളതാണ്. ഇത് കണ്ടെത്താനുള്ള ഒരു സമവാക്യത്തിലേക്ക് നമുക്ക് പോവാം. ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണാനുള്ള സമവാക്യമാണ് 30 × മണിക്കൂർ. 30 × മണിക്കൂർ. അതേപോലെ തന്നെ മൈനസ് 5.5 × മിനിറ്റ്. അതായത് 30 × അവർ മൈനസ് 5.5 × മിനിറ്റ്. ആകെ ഈ ഒരു സമവാക്യം മാത്രമേ പഠിക്കേണ്ടുള്ളൂ. ഇവിടെ 2 അക്കങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഒന്ന് 30, ഒന്ന് 5.5. 30ഉം 5.5. അതായത് 30നെ മണിക്കൂർ കൊണ്ട് ഗുണിച്ചിട്ട് 5, അതേപോലെ 5.5നെ മിനിറ്റ് കൊണ്ട് ഗുണിക്കുക. ഇവ തമ്മിൽ കുറയ്ക്കുക. അത്രയേ ഉള്ളൂ. 30 × അവർ മൈനസ് 5.5 × മിനിറ്റ്. ഇങ്ങനെ കിട്ടുന്ന ഉത്തരം 180നേക്കാൾ വലിയ സംഖ്യയാണെങ്കിൽ, ഇങ്ങനെ ഇപ്പോൾ ഇത് മണിക്കൂറിനെ 30 കൊണ്ട് ഗുണിക്കുന്നു, മിനിറ്റിനെ 5.5 കൊണ്ട് ഗുണിക്കുന്നു, എന്നിട്ട് കുറച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 180നേക്കാൾ വലിയ സംഖ്യയാണെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യണം. അതിൽ 360 നിന്ന് ആ ഉത്തരം കുറയ്ക്കണം. 360 നിന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 2 പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ സമവാക്യം നിങ്ങൾ ഓർക്കുക. 30 × അവർ മൈനസ് 5.5 × മിനിറ്റ് ആണ് ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കണ്ടെത്താനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്സ്. നമുക്ക് അത് നോക്കാം. ഒരു ചോദ്യത്തിലേക്ക് വരാം. ഒരു ക്ലോക്കിലെ സമയം 3:30. ഇതാ 3:30 ആയിരിക്കും. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര നോക്കുക. 30 × മണിക്കൂർ അല്ലേ? 30 × മണിക്കൂർ എത്രയാ? 3:30 മണിക്കൂർ എന്നുള്ളത് 3, മണിക്കൂർ എന്നുള്ളത് 3. അതേപോലെ 5.5 × മിനിറ്റ് മൈനസ് 5.5 × മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? മിനിറ്റ് 30 ആണ്. 5.5 × മിനിറ്റ് × 30. അപ്പോൾ നമ്മൾ ആ സമവാക്യം അപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. 30 × മണിക്കൂർ മൈനസ് 5.5 × മിനിറ്റ്. ഇനി 30 × 3 എത്രയാണ്? 90. 30 × 3 90. 30 × 5 150 ആണ്. പിന്നെ 30 × 0.5 എന്ന് പറയുന്നത് 15. അപ്പോൾ എത്രയായി? 150, 15, 165. അപ്പോൾ 90 മൈനസ് 165. 90 മൈനസ് 165 എത്രയാണ്? -75. -75 വരുന്നത്. -75. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഉത്തരം നെഗറ്റീവ് സംഖ്യ ആയാലും അതെന്തായി പരിഗണിക്കണം? പോസിറ്റീവായി തന്നെ പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം എത്ര തന്നെയാണ്? 75 ആണ്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. 30 × മണിക്കൂർ മൈനസ് 5.5 × മിനിറ്റ്. മറക്കരുത്. 30 × മണിക്കൂർ മൈനസ് 5.5 × മിനിറ്റ്. എന്ത് കാണാനാണ്? ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണാനുള്ള സമവാക്യമാണ് 30 × മണിക്കൂർ മൈനസ് 5.5 × മിനിറ്റ്. ഏത് സമവാക്യത്തിൽ അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നോക്കുക. ഈ ഉത്തരം 180 കൂടുതലാണെങ്കിൽ നമ്മൾ കണ്ടിരുന്നു 360 നിന്ന് കുറയ്ക്കണമെന്നുള്ള കാര്യങ്ങൾ കണ്ടിരുന്നു. നമുക്ക് അത്തരത്തിലുള്ള കണക്കുകൾ വരും നോക്കാം. അടുത്ത ഒരു ക്ലോക്കിലെ സമയം 2:10 ആയിരിക്കുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഫൈൻഡ് ദ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദി അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് അറ്റ് 2:10. അപ്പോൾ ഇവിടെ നോക്കുക. നമുക്ക് ഇവിടെ മണിക്കൂർ തന്നിട്ടുണ്ട്. എത്രയാണ്? 2. മിനിറ്റ് തന്നിട്ടുണ്ട് 10. അപ്പോൾ 30 × 2 കുറയ്ക്കണം. 5.5 × 10. അപ്പോൾ ഇവിടെ 2 എന്നുള്ളത് മണിക്കൂറാണ്, 10 എന്നുള്ളത് മിനിറ്റാണ്. നോക്കുക. 30 × 2 60. അതായത് 10 × 5.5 എത്രയാ? 55. 60 നിന്ന് 55 കുറച്ചാൽ നമുക്കറിയാം എത്ര ഡിഗ്രിയാണ്? 2:10 എന്നുള്ളത് എത്ര ഡിഗ്രിയാണ്? വെറും 5 ഡിഗ്രി. 2:10 എന്നുള്ളത് ഒരു 5 ഡിഗ്രിയാണ്. 2:10 5 ഡിഗ്രി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒരു ക്ലോക്കിലെ സമയം 10:20 ആയിരിക്കുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഫൈൻഡ് ദ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദി അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് അറ്റ് 10:20. ഇവിടെ നോക്കുക. 10:20. ഇപ്പോൾ ഇവിടെ മണിക്കൂർ എത്രയാ? 10. മിനിറ്റ് എത്രയാ? 20. അപ്പോൾ 30 × 10 5.5 × 20. 30 × 10 എത്രയാണ്? 300.
300 5.5 ഇൻറ്റു 20 എത്രയാണ് 110. ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കണം, 300-ൽ നിന്ന് 110 കുറച്ചപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയത് എത്രയാണ് 190. ഈ 190 എന്നുള്ളത് ഇവിടെ ഉത്തരമായി കിട്ടിയ സംഖ്യ 180-നേക്കാൾ കൂടുതലായാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തിൽ നിന്ന് കുറച്ച് വീണ്ടും 360-ൽ നിന്ന് വീണ്ടും കുറച്ച് ഉത്തരമായിട്ട് എഴുതണം. അപ്പോൾ 360 മൈനസ് 190 സമം എത്രയാണ് 170 ഡിഗ്രി. 170 ഡിഗ്രി. ഇവിടുത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 180-ൽ കൂടുതലായാൽ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. അത് 360-ൽ നിന്ന് 180 കൂടുതൽ കണ്ടാൽ 360 നിന്ന് കുറച്ച് അതിൻ്റെ ഉത്തരം എഴുതാവുള്ളൂ. അടുത്ത നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ ശ്രദ്ധിക്കുക, സമയം കൃത്യം 2 മണിയാകുമ്പോൾ, ഇത് NMMS 2019 വന്നതാണ്, കഴിഞ്ഞ വർഷം വന്ന ചോദ്യമാണ്. കൃത്യം 2 മണിയാകുമ്പോൾ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാം. കൃത്യം 2 മണിയാകുമ്പോൾ നമ്മുടെ സമയം നോക്കാം. ഇവിടെ 30 ഇൻറ്റു 2, ഇവിടെ മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇവിടെ മിനിറ്റ് ഉണ്ടോ? ഇല്ല. 30 ഇൻറ്റു 2 മൈനസ് 5.5 ഇൻറ്റു മിനിറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക? 0. അപ്പോൾ 30 ഇൻറ്റു 2 എത്രയാണ്? 60. 5.5 ഇൻറ്റു 0 എന്ന് പറയുന്നത് എത്രയാണ്? 0. 60 മൈനസ് 0 സമം 60. അപ്പോൾ എത്ര ഡിഗ്രിയാണ്? കൃത്യം 2 മണിയായിരിക്കുമ്പോൾ 60 ഡിഗ്രി. ഇങ്ങനെ ഏത് കണക്കുകൾ നമുക്ക് ഈ കൃത്യമായ ട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷകളിൽ സ്ഥിരമായിട്ട് പക്ഷേ ഈ ട്രിക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റും. കാരണം മത്സര പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് 1.5 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി, 2.10 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി, 3.15 എന്ന് പറഞ്ഞാൽ എത്ര, 4.20, 5.25, 6.30, 7.35, 8.40, അങ്ങനെ 9.45, 10.50, 11.55 ഇങ്ങനെയുള്ള സമയങ്ങൾ വന്നാൽ എല്ലാം 2.5 ഡിഗ്രി കൂടി വരുന്നു. നോക്കിയേ, 1.5 എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാ? 2.5. നിങ്ങൾ ആ സമവാക്യം വെച്ച് അപ്ലൈ ചെയ്ത് നോക്കിയോ, ഇത് തന്നെയായിരിക്കാം. പക്ഷേ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്നതാണ്. ഒരു ചോദ്യം വരുന്ന ആടെ ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്. 1.5 എന്ന് പറഞ്ഞാൽ 2.5 ആണ്, 2.10 എന്ന് പറഞ്ഞാൽ 5 ആണ്, 3.15 എന്ന് പറഞ്ഞാൽ 7.5 ആണ്, 4.20 എന്ന് പറഞ്ഞാൽ 10 ആണ്, അതേപോലെ തന്നെ 5.25 എന്ന് പറഞ്ഞാൽ 12.5 ആണ്, 6.30 എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രിയാണ്, അതുപോലെ 7.35 എന്ന് പറഞ്ഞാൽ 17.5 ഡിഗ്രിയാണ്, 8.40 എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രിയാണ്, 9.45 എന്ന് പറഞ്ഞാൽ 22.5 ഡിഗ്രിയാണ്, 10.50 എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രിയാണ്, 11.55 27.5 ഡിഗ്രിയാണ്. ഇത് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമവാക്യം വേണ്ട. ഈ 30 ഇൻറ്റു അവർ മൈനസ് 5.5 ഇൻറ്റു മിനിറ്റ് ഒന്നും വേണ്ട. 1.5, 2.10, 3.15 അത് കാണുമ്പോൾ തന്നെ 2.5 ഡിഗ്രി വീതം ഇങ്ങനെ കൂടി വരികയാണ്. 11.55 27.5. അപ്പോൾ ഇതിന് ഒരു സമവാക്യവും വേണ്ട. അപ്പോൾ ഇത് മാത്തമാറ്റിക്സിൽ ഗണിതത്തിൽ സാറ്റ് എക്സാമിൽ പ്രധാനമായും ഗണിതത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. 1 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് NMMS സ്കോളർഷിപ്പ്, NDSC സ്കോളർഷിപ്പ്, അതുപോലെ PSCയിലൊക്കെ തുടർച്ചയായി ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളാണ് ഇത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഉത്തരം കണ്ടെത്തി കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. സമയം കൃത്യം 11:20 മണിയാകുമ്പോൾ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാനാണ് ഈ ചോദ്യം. സമയം കൃത്യം 11:20 ആകുമ്പോൾ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചി. ഫൈൻഡ് ദ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദി അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് അറ്റ് 11:20. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നൽകണം. ഇപ്പോൾ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വീഡിയോ ആണ് ഇത്. എല്ലാ NMMS NDSC സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് ഓരോ ചോദ്യമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക.